പായസം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞണ്ട് കട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് എവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഞാനത് കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഞണ്ട് നമ്മൾ കറിയായിട്ട് വെക്കുകയാണ്, തോരനായിട്ടല്ല കറിയായിട്ട് വെക്കുന്നത്. അപ്പം നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഞണ്ട് തന്നെ നല്ല വെച്ചപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര വലുതുമല്ല എന്നാൽ തീരെ പൊടിയുമല്ല, രണ്ട് ഇടത്തരം. സവാള, ഇഞ്ചി, പച്ചമുളകും ഉള്ള ഐറ്റങ്ങളും ഈ ഞണ്ടും കൂടെ ഇട്ട് ഇളക്കി ഉപ്പും ഇട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതുപോലെ വേവിക്കുക. പിന്നെ കറിവേപ്പില ഇടാൻ മറക്കല്ല, അതാണ് മസ്റ്റ്. പിന്നെ അത് ഓൾറെഡി വെള്ളമുണ്ട്, അതുകൊണ്ട് നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം ഉപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ അടച്ചിട്ട് നമ്മൾ വേവിക്കും. ഇപ്പം ഇതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് വേണം അടച്ചിട്ട് വേവിക്കാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ ഈ ഉപ്പും ഈ മഞ്ഞൾപ്പൊടിയും ആടായിട്ട് കിടക്കും. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി വയ്ക്കുക. സവാളയൊക്കെ നമുക്ക് തോനെ ഇടേണ്ട കാര്യമില്ല, മധുരിക്കും. അതുകൊണ്ട് അത്യാവശ്യത്തിന് ഇഞ്ചിയും ആവശ്യത്തിന്, ഇഞ്ചിയായാലും പച്ചമുളകെല്ലാം ആവശ്യത്തിന്. കടുകൊക്കെ വഴറ്റിയതിന് ശേഷം മാത്രമാണ് നമ്മളിത് എടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഇടുന്ന പൊടിയെന്ന് വെച്ചാൽ മുളക് പൊടി. ഇത് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർന്നതാണ്. അപ്പോൾ അത് നമുക്ക് എരിവിന് എത്രയാണ് ആവശ്യം അതിന് ആവശ്യത്തിന് ഇടുന്നത്. ഇതിൽ കളർ കുറവാണെന്നുണ്ടെങ്കിൽ നേരത്തെ കാണാൻ നല്ല അടിപൊളി കളറുമാണ്, അടിപൊളി ടേസ്റ്റുമാണ്, എരിവും ഉണ്ട് പാകത്തിന്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട ഇതെന്ന് വെച്ചാൽ ഇത് നല്ലതുപോലെ ആ മസാല എല്ലാം അതിൻ്റെ മസാല എന്ന് പറയുന്നത് ഈ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആ ഐറ്റങ്ങളെല്ലാം കൂടെ ഈ ഞണ്ടിൻ്റെ അകത്തെല്ലാം പിടിക്കണം. അപ്പം നമ്മളിതിൻ്റെ അകത്ത് കാശ്മീരി മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല. അതിൻ്റെ കാട്ടി ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. എന്നിട്ട് നമ്മൾ തക്കാളി അരിഞ്ഞിട്ട്, തക്കാളി നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റുന്ന കൂടെ നമ്മൾ തക്കാളി ഇടലും ഈ പൊടികളെല്ലാം ഐറ്റംസ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് തക്കാളി അരിഞ്ഞിടുക. തക്കാളി നമുക്ക് ഏത് ഷേപ്പിൽ വേണം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. നമ്മളിതിനകത്ത് ഒരു തക്കാളി ഒന്നല്ല 2 തക്കാളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ ഇട്ട് പൊത്തി നമുക്കിനി ഇത് ആവി കയറാനായിട്ട്. ഇതിൻ്റെ വെള്ളം നമ്മൾ ഓൾറെഡി നമുക്ക് വെള്ളം അതിനകത്ത് തന്നെ ഞണ്ടിൻ്റെ അകത്ത് തന്നെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് വെള്ളം ചേർക്കണ്ട. അത് ഞാൻ എടുത്ത് പറയണം. അപ്പം കണ്ട ഇതെല്ലാം കൂടെ വറ്റിയപ്പോൾ കണ്ട വെള്ളം ഞൊടിഞ്ഞൊടിഞ്ഞ് കയറുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ചാറ് മതി. എന്നിട്ട് നമ്മൾ അവസാനമായിട്ട് പച്ചക്കുരുമുളക് ചതച്ചതിൻ്റെ അകത്ത് ഇടുന്നു. പച്ചക്കുരുമുളക്, സാധാ കുരുമുളക് പൊടി അല്ല, ഇത് പച്ചക്കുരുമുളക് ചതച്ച് ചേർത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതും കൂടെ ഇട്ട് ഒന്ന് തിക്കായിട്ട് എടുക്കണം, അടച്ചിട്ട് വേവിക്കണം. അപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ ചെന്ന് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴോ കറിയൊന്നുമില്ല, ഒറ്റപ്പൂലം കറിയുള്ളത് കണ്ട. ഇതാണ് അവസ്ഥ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ, സീ യു.